നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണെന്ന് വ്യക്തമാക്കിയാണ് രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത്. ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ചാണ് രാജ്യം മുന്നേറുന്നത്. രാവിലെ 7 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതോടെ സ്വാതന്ത്ര്യ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 18,000-ലധികം പേരാണ് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കർഷകർ, യുവജനങ്ങൾ, വനിതകൾ എന്നിങ്ങനെ 11 വിഭാഗങ്ങളിലായി 4,000-ലധികം പേർക്ക് ക്ഷണമുണ്ട്. പാരീസ് ഒളിമ്പിക്സ് ജേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. കനത്ത സുരക്ഷയിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളെല്ലാം സുരക്ഷാ വലയത്തിലാണ്. സുരക്ഷയുടെ ഭാഗമായി 10,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ പ്രധാന റോഡുകളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 3000 ട്രാഫിക് പോലീസിനെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 600-ഓളം AI നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പുതിയ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തും. രാവിലെ 9 മണിക്കാണ് മുഖ്യമന്ത്രി പതാക ഉയർത്തുക. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് സേനാ വിഭാഗങ്ങളായ അശ്വരൂഢ സേന, NCC, സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡൻസ്, പോലീസ് വിഭാഗങ്ങളുടെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. ഇതിനുശേഷം മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകളും മുഖ്യമന്ത്രി സമ്മാനിക്കും. പരേഡിന്റെ ഭാഗമായി വായുസേനയുടെ പുഷ്പവൃഷ്ടിയും ഉണ്ടാകും. വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനവും സംഘടിപ്പിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 9:30 രാജ്ഭവനിൽ ദേശീയ പതാക ഉയർത്തും. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. എല്ലാ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സ്വാതന്ത്ര്യാഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. KPCC ആസ്ഥാനത്തും സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കും. നിയമസഭാംഗണത്തിൽ സ്പീക്കർ AN ഷംസീർ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തും.